നമ്മളിന്ന് എത്തിയിരിക്കുന്നത് വക്കം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലാണ്. എന്തുകൊണ്ടാണ് വൈക്കത്തെ വക്കം എന്ന് സംബോധന ചെയ്യാൻ ഉണ്ടായ കാരണം? ഏകദേശം 1500 വർഷങ്ങൾക്ക് മുന്നേ വൈക്കം മഹാദേവ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് വശത്തുള്ള കായൽ ക്ഷേത്രത്തിനോട് തൊട്ടടുത്ത് തന്നെയായിരുന്നു. ഏകദേശം കായലിന് വക്കത്ത്. അങ്ങനെയാണ് ഈ ക്ഷേത്രം വക്കത്ത് ശ്രീ മഹാദേവ ക്ഷേത്രം എന്നായിരുന്നു. ക്രമേണ അത് വൈക്കം മഹാദേവ ക്ഷേത്രം എന്ന് തിരുത്തപ്പെട്ടു. ക്ഷേത്രത്തിൻ്റെ 4 ഭാഗത്തു നിന്നും അകത്തേക്ക് പ്രവേശിക്കാൻ കഴിയും എന്നതാണ് മറ്റൊരു സവിശേഷത. ഇതാണ് കിഴക്കേ നട. കിഴക്കേ നടയിൽ നിന്നും നമ്മൾ പ്രവേശിക്കുന്നത് നടപ്പന്തലിലേക്കാണ്. വളരെ വലുതായ ഒരു നടപ്പന്തലാണ് നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ക്ഷേത്രത്തിന് മുന്നിൽ തന്നെ 4 വിളക്ക് കാലുകളാണ് ഇവിടുത്തെ പ്രത്യേകത. നിലകളോട് കൂടിയ 4 വിളക്ക് കാലുകൾ. ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത ഉയരം കൂടിയ കൊടിമരമാകുന്നു. ബലിക്കല്ലും ദ്വാരപാലകന്മാരും സ്വർണത്താൽ പൂശിയിരിക്കുന്നു. ഈ കാണുന്നതാണ് തെക്കേ നട. തെക്കു ഭാഗത്തായിട്ടാണ് സർപ്പക്കാവ് നിലകൊള്ളുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത, ഈ ക്ഷേത്രവും പെരുന്തച്ചനാൽ പണി കഴിക്കപ്പെട്ടതാണ്. നമ്മൾ ക്ഷേത്രത്തിലെത്തിയ ഈ സമയം ശീവേലിക്കായി ശ്രീ മഹാദേവന് പുറത്തേക്ക് എഴുന്നള്ളിക്കുന്ന സമയമായിരുന്നു. 3 പ്രാവശ്യം ക്ഷേത്രത്തിന് വലം വെച്ചതിന് ശേഷം വീണ്ടും ശ്രീ മഹാദേവ വിഗ്രഹം അകത്തേക്ക് തിരികെ കൊണ്ടുപോകും. വക്കത്ത് എന്നത് എങ്ങനെയാണ് വൈക്കം എന്നായി തീർന്നത് എന്നതാണ് ഈ വീഡിയോയുടെ യഥാർത്ഥ കണ്ടന്റ്. മറ്റൊരു അന്വേഷണവുമായി അടുത്തയാഴ്ചയിൽ നമുക്ക് വീണ്ടും കാണാം.